Today I would like to discuss the classification of tidal power plant. Classification of tidal power plant. നമ്മൾ പറഞ്ഞു കടലും സമുദ്രവും കൂടെയും ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ബാരിയേജ് നിർമ്മിച്ച് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ബേസിൻ ഉണ്ടാക്കി വേലിയേറ്റം വേലിയിറക്ക സമയത്തുണ്ടാകുന്ന ഫ്ലഡ് വേവ് അല്ലെങ്കിൽ ടൈഡൽ വേവിനെ നമുക്ക് ഈ ബേസിനകത്ത് കീപ്പ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. പിന്നീട് അതിനെ ആവശ്യാനുസരണം കടലിലേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സോ നമുക്ക് നമ്മളുടെ പവർ പ്ലാന്റിൽ ബേസിന് ഉപയോഗിക്കുന്ന അനുസരിച്ച് മെയിൻലി the tidal power plant is classified into two. First one is the single basin system. ഒരു ബേസിൻ മാത്രം ഉണ്ടാവും. വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബേസിൻ മാത്രം. അനദർ വൺ ഈസ് ഡബിൾ ബേസിൻ സിസ്റ്റം. വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒരു ബേസിൻ മാത്രം വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു, ടർബൈൻ കറങ്ങുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഡബിൾ ബേസിൻ സിസ്റ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബേസിനുകളിലായിട്ട് വെള്ളം നമുക്ക് സൂക്ഷിക്കാം. രണ്ടിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ട് ഒരെണ്ണത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മറ്റേതിൽ നിന്ന് ഒഴുക്കിക്കൊണ്ട് ആദ്യം ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഒഴുകിക്കൊണ്ട് നമുക്ക് വീണ്ടും അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. സോ single basin system and double basin system. That is depend upon the number of basins. Here only one basin. Here we use two basin or more than two basin used for the tidal power plant. Again, the single basin system is classified into three. One-way system. Second one, two-way system. Third one, two-way with pump storage. Here also it is classified into two. Simple double basis. Simple double basis system. Double basin with pumping. Double basin with pumping. So ഓരോ ഇത് നമുക്ക് നോക്കാം. വൺ വേ സിസ്റ്റം, വൺ വേ സിംഗിൾ ബേസിൻ സിസ്റ്റം. നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മളുടെ സി ഇങ്ങനെ കിടക്കുവാണ്. ഈ സിയിൽ നിന്ന് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ബേസിനാണിത്. അപ്പം ഒരു വേയിലൂടെ മാത്രം വാട്ടർ അകത്തോട്ട് പോകും, അതേ വേയിലൂടെ മാത്രം വാട്ടർ തിരിച്ചു പോകും. അതാണ് നമ്മൾക്കിവിടെ only one ബേസിനേ ഉള്ളൂ. A basin is allowed to get filled during flood tide and during ebb tide. Flood tideും ebb tideും both are used here. Flood tide and ebb tide. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വലിയ തിരമാലകൾ, വലിയ വേലിയേറ്റം ഉണ്ടാകുന്നത് ഈ ഫ്ലഡ് ടൈഡ്. സീ ലെവലിൽ താഴെയുള്ളത് ചെറിയ തിരമാലകൾ, അതിനെ നമ്മൾ എബ് ടൈഡ് എന്ന് വിളിക്കും. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. The flood tide and ebb tide are used in one-way system in which
only one turbine is used. Then the water flow from the basin to sea and sea to basin in a single path. ഒരു പാത്തിലൂടെ മാത്രമായിരിക്കും ഇപ്പൊ കടലിൽ നിന്ന് തിരമാല ഇങ്ങ് പോകുന്നതും ബേസിനിൽ നിന്ന് തിരമാല അല്ലെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഹൈ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിൽ കടൽ നിരപ്പിനേക്കാൾ ഉയർത്തി സ്റ്റോർ ചെയ്യുന്ന വെള്ളം തിരിച്ചു പോകുന്നതും ആ സെയിം പാത്തിലൂടെയായിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി വൺ വേ സിസ്റ്റം. ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മൾ ബാരിയേജ് പണിയുന്നത്. ഈ ബാരിയേജിന്റെ നടുക്ക് നമ്മൾ നമ്മുടെ ടർബൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് വെള്ളം പോയി തിരിച്ച് സ്റ്റോർ ചെയ്തിട്ട് തിരിച്ചൊഴുകുമ്പോൾ ടർബൈൻ കറങ്ങും, നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. സിയിൽ ഒരു ബേസിൻ മാത്രം ഫ്ലഡ് ടൈഡും എബ് ടൈഡും യൂസ് ചെയ്യും. ഓൺലി വൺ ടർബൈൻ ഈസ് യൂസ്ഡ്. ദ വാട്ടർ ഫ്ലോ ഇൻ എ ത്രൂ എ സിംഗിൾ ചാനൽ. ഒരു ചാനലിലൂടെ മാത്രമേ വെള്ളം അകത്തോട്ടും പുറത്തോട്ടും ഒഴുകൂ. ദാറ്റ് ആർ ദ മേജർ പോയിന്റ്സ് ഓഫ് എ വൺ വേ സിസ്റ്റം. ഇവിടെ എന്ന് പറയുമ്പം ഈ കറണ്ടിന്റെ പ്രൊഡക്ഷൻ ഇപ്പൊ ടൂ വേനെ അല്ലെങ്കിൽ ഡബിൾ ബേസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇത് പ്രൈമറി സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. വലിയ തിരമാല ഉള്ളപ്പോൾ മാത്രം അകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു. അതിനുശേഷം ആ തിരമാലകൾ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ തിരമാലകളെ അതിനകത്ത് തിരമാലകൾ മൂലം സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം തിരിച്ചുപയോഗിച്ച് ടർബൈൻ കറക്കി നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് സിമ്പിൾ വൺ വേ സിസ്റ്റം. സെക്കൻഡ് വൺ ടു വേ സിസ്റ്റം. ടു വേ സിസ്റ്റം എന്തായിരിക്കും? ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ഇപ്പം തിരമാല അകത്തോട്ട് കയറിയേച്ച് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. ടു വേയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബേസിൻ തന്നെ പക്ഷെ രണ്ട് വേ. ഇപ്പം നമ്മൾ മുമ്പേ വരച്ചതുപോലെ ഇത് നമ്മളുടെ സി ഇവിടെ നിന്ന് വന്നൊരു സിംഗിൾ ബേസിനിലോട്ട് കയറി ഇങ്ങനെ അങ്ങ് പോരുന്നു. ഇവിടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഡൈക്ക് സ്ലൂയിസ് എന്ന് പറയും. DYKE. ഈ വാക്കുകൾക്കൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. DYKE SLUICE. ഡൈക്ക് സ്ലൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്ലൂയിസ് ഗേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാരിയേജ് പറഞ്ഞപ്പം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തു നിന്നുള്ള വെള്ളം ഒരു കനാലിലോ മറ്റോ സ്റ്റോർ ചെയ്തതിന് ശേഷം ഒരു താഴേക്ക് ഇറക്കി വെക്കുന്ന ഒരു സാധനം കൊണ്ട് ഈ വാട്ടറിനെ മുഴുവൻ നമുക്ക് തടഞ്ഞു നിർത്തും. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പം ആ ഒരു തടസ്സത്തിനെ മുകളിലേക്ക് ഉയർത്താം. അങ്ങനെ നമ്മൾ വെള്ളം പുറത്ത് കളയുന്ന രീതി. അങ്ങനെയുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലൂയിസ് ഓർ സ്ലൂയിസ് ഗേറ്റ് ഓർ സ്ലൈഡിങ് ഗേറ്റ്. അതർ ഡിവൈസ് ഫോർ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് വാട്ടർ. അങ്ങനെയാണ് പറയുന്നത് ജനറലി. ഏതെങ്കിലും ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പൊ ഇതിന് നമുക്ക് രണ്ട് വേ വേണം. അപ്പൊ ഇവിടെ ഒരു ബാരിയേജും ഒരു സ്ലൂയിസ് ഗേറ്റും വേണം. ഇപ്പറേ ഇങ്ങ് മാറി ഇവിടെ ഒരു രണ്ടാമതൊരു ബാരിയേജും ഒരു സ്ലൂയിസ് ഗേറ്റും വേണം. ഇവിടെ നമുക്ക് ഡൈങ് സ്ലൂയിസ് ഗേറ്റ് 1, ഇത് ഫസ്റ്റ് വൺ ആയിരിക്കും, ഇത് സെക്കൻഡ് വൺ ആയിരിക്കും. ഇപ്പൊ രണ്ട് സ്ലൂയിസ് ഗേറ്റ് ഉണ്ടാവും. സിയിൽ നിന്ന് വെള്ളം ഒരു ബേസിൻ മാത്രമേ ഉള്ളൂ, ഒരു ബേസിനിലോട്ട് കയറാൻ. ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു വേ നമ്മൾ ഇൻവേ ഡയറക്ഷനിൽ ടൈഡ് കയറാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേവ് അകത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നു.
മറ്റൊരു വേയിലൂടെ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിലൂടെയാണ് നമ്മുടെ വെള്ളം പോയി അത് വേറൊരു പാത്തിലൂടെ ഇങ്ങ് വരുവാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തോട്ട് കയറ്റി ഇത് ഓപ്പൺ ചെയ്ത് പുറത്തോട്ടും കയറുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ടർബൈൻ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കിത് കൂടുതൽ സമയം ഉപയോഗിക്കും ഇതിനേക്കാൾ. സോ ദ പീരിയഡ് ഓഫ് പവർ ജനറേഷൻ ഈസ് greater than to that of one-way system. That is a major or main point. The duration of power generation is greater than to that of, നിങ്ങളിത് മുഴുവൻ പേരായിരുന്നു, ദാറ്റ് ഓഫ് വൺ വേ സിംഗിൾ ബേസിൻ. ഞാനിവിടെ ഒന്നും ഇട്ടേക്കാം. ഒന്നിനേക്കാൾ അല്ലെ മുമ്പ് പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതൽ സമയത്ത് കൂടുതൽ പീരീഡിൽ നമ്മൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ടു വേ സിസ്റ്റം. ദിസ് ഈസ് വൺ വേ, ഒരു വേയിലൂടെ പോകുന്നു, അതിലൂടെ തന്നെ തിരിച്ചിറങ്ങുന്നു. ആ പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ നടുക്ക് ഇത് വെക്കുന്നു. അപ്പോൾ അങ്ങ് പോകുമ്പം ഒരിക്കലും കിട്ടിയില്ല, ഇങ്ങ് വരുമ്പോൾ മാത്രം കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വേയിലൂടെ അകത്തേക്ക് പോകുന്നു, മറ്റൊരു വേയിലൂടെ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് മുമ്പ് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ടൈം ഓഫ് ഡ്യൂറേഷൻ കിട്ടും. The third one, two-way system with pump storage. എനിക്ക് തോന്നുന്നു നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആദ്യമായിട്ട് നമ്മൾ നിർമ്മിച്ച അല്ലെങ്കിൽ ഇത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിലായിരുന്നു. ദാറ്റ് മീൻസ് ദ വേൾഡ്സ് ഫസ്റ്റ് റാൻസ് ടൈഡൽ പവർ പ്ലാന്റ് about 240 megawatt capacity is introduced in France 1965. 1965 ഫ്രാൻസിലാണ് ഈ ഏറ്റവും വലിയ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ പേര് റാൻസ് ടൈഡൽ പവർ പ്ലാന്റ് എന്നാണ്. റാൻസ് ടൈഡൽ പവർ പ്ലാന്റ്. പാർട്ട് എ ഉണ്ട്, ഇതൊക്കെ ഓർത്തിരുന്നോണം. റാൻസ് ടൈഡൽ പവർ പ്ലാന്റ് ആണ് ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ പവർ പ്ലാന്റിൽ ഉപയോഗിച്ചത് ഈ തേർഡ് മെത്തേഡായിരുന്നു. ടു വേ വിത്ത് പമ്പ്. ഇത് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തോടെ ഉണ്ട്? ഒരു പമ്പ് സ്റ്റോറേജോടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബേസിനിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ടു വേ സിസ്റ്റമാണ്. ഒരു വശത്തോടെ അകത്തോട്ട് പോകും, മറ്റൊരു വശത്തോടെ വാട്ടറിന് പുറത്തേക്ക് വരാം. ഇത് നമ്മളുടെ ബേസിൻ, ഒരു ബേസിൻ മാത്രം ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പമ്പ് സിസ്റ്റം എക്സ്ട്രാ ഉപയോഗിക്കും. ഈ എക്സ്ട്രാ വി ആർ യൂസിങ് വൺ പമ്പ് സിസ്റ്റം. നമുക്കറിയാം അല്ലേ, ഇപ്പം ഈ ബേസിൻ കുറച്ച് ഉയരത്തിൽ സ്ഥാപിച്ചാലേ വേവ് ഇങ്ങനെ ബേസിലോട്ട് വീടിനെ സ്റ്റോറേജ് ചെയ്ത് വെച്ച് ടർബൈൻ താഴെ ഇരിക്കുമ്പം ടർബൈൻ കൂടുതൽ സ്പീഡിൽ കറങ്ങും. അപ്പം വൺ പമ്പ് സിസ്റ്റം ഈസ് യൂസ്ഡ്. എന്തിനാണ് ഈ പമ്പിങ്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പറയാണ്, നമുക്ക് കടലിൽ ഒരു വലിയ പമ്പിങ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പമ്പിങ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേണേൽ വെള്ളം അടിച്ച് ഇങ്ങോട്ട് ഇടാം. ഇപ്പം എപ്റ്റൈഡും മാത്രമേ ഉള്ളൂ, ചെറിയ വേവ് മാത്രമേ ഉള്ളൂ. കുറെ നാളായിട്ട് ഫ്ലഡ് വേവ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഡ്യൂ ടു ദ സർക്കംസ്റ്റാൻസസ് ഓർ ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ക്ലൈമറ്റ് ഓർ എനിത്തിങ്, due to the rotation of the earth, rotation of moon, attraction of moon, there is no tidal wave is produced. At that time we can use this method. We can pump the water from the sea to the basin. ഇവിടുന്ന് വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് ബേസിനിലേക്ക് ഇടാം. അപ്പൊ എന്നാ പറ്റും? ഹൈറ്റിലിരിക്കുന്ന ബേസിനിൽ വെള്ളം ഉണ്ടാവും. ദിസ് വാട്ടർ ഈസ് യൂസ്ഡ് വിതൗട്ട് ദ ടൈം ഓഫ് ടൈഡൽ, അല്ലെങ്കിൽ ടൈഡ്സ് ഉണ്ടാകുന്ന അല്ലാത്ത സമയത്ത് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടിട്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് പവർ അല്ലെങ്കിൽ
ഇത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. സോ ഇതിനേക്കാളും ടൈം പീരീഡ് ഓഫ് പവർ പ്രൊഡ്യൂഷൻ ഈസ് ഗ്രേറ്റ്. പവർ പ്രൊഡക്ഷന്റെ പീരീഡ് വളരെ കൂടുതലായിരിക്കും. എപ്പോൾ വേണേലും ഉണ്ടാക്കാം. ഇവിടുന്ന് വെള്ളം അടിച്ചിടുക, ഉണ്ടായി ഇലക്ട്രിസിറ്റി ടർബൈൻ കറക്കുക, വീണ്ടും വെള്ളം അടിച്ചിടുക, ടർബൈൻ കറക്കുക. ഇനിയിപ്പോൾ ഫ്ലഡ് വന്ന് ഇവിടെ കൂടുതലായി, കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇവിടുന്ന് വെള്ളം അടിച്ച് തിരിച്ച് ഇങ്ങോട്ട് ഇടുക. സോ ഇഫ് ദെയർ ഈസ് എനി പമ്പിംഗ് സിസ്റ്റം വി ക്യാൻ യൂസ്. കോസ്റ്റ് ഭയങ്കരം കൂടുതലാണ് കേട്ടോ, ഭയങ്കരം ചെലവാണ് മറ്റൊരു മെത്തേഡിനെ അപേക്ഷിച്ചതിന്. എനിക്ക് തോന്നുന്നു ഏകദേശം 5000 രൂപ 1 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ചെലവ് വരും പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ. 1 kV 1 kW 1 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 5000 രൂപ ഇന്ത്യൻ RS. 5000 രൂപ 1 വാട്ട്. അപ്പം ആലോചിച്ച് നോക്കി, 400 ഇത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എത്രത്തോളം പൈസയുടെ നിർമ്മിതി ആവശ്യമുണ്ട്. സോ ദിസ് ഹൈലി കോസ്റ്റ്ലി, but the period of power production is very longer than to the other two system, one way and two way single basin systems. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇപ്പൊ ഇതിനെ നമ്മളുടെ 2 way ആയിട്ട് എടുക്കുക. ഇതിന്റെ സെൻട്രലിൽ നിന്ന് ഇവനെ മുറിക്കാം. ഇവൻ നമ്മളുടെ ഇൻലെറ്റ് അകത്തേക്ക് വെള്ളം വിടാൻ ഉപയോഗിക്കുന്നു. ഇവിടെ പോയിച്ച് തിരിച്ച് ഇതിലൂടെ വെള്ളം തിരിച്ച് പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് പറയാം അതൊരു സിംഗിൾ ബേസിൻ, അകത്ത് ഒറ്റ സ്ഥലത്തെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, ഇതിനകത്ത് അപ്പുറം മാത്രം. സിംഗിൾ ബേസിനാണ്, 2 way സൈക്കിളാണ്. ഇവിടെ അതുപോലെ തന്നെ വലിയ ടൈഡ് ഉണ്ടാകുമ്പോൾ ഇതിന് മുകളിലൂടെ കടന്നു പോകുന്ന വെള്ളം അപ്പുറം സ്റ്റോർ ചെയ്തോളും. ചെറിയ എപ്റ്റൈഡിന്റെ സമയത്തും വെള്ളം അകത്ത് സ്റ്റോർ ചെയ്യും. ഇവിടെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബൈ കൺട്രോളിങ് ദിസ് സ്ലൂയിസ് ഗേറ്റ്, ഇവരെയാണ് സ്ലൂയിസ് ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം നല്ല ടൈഡ് അങ്ങോട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറേ വെള്ളം സ്റ്റോർ ചെയ്തിട്ടിട്ടാൽ പിന്നെ സമയത്ത് ഈ സ്ലൂയിസ് ഗേറ്റ് പൊക്കി കഴിയുമ്പം ഇവിടെ നമ്മളുടെ എന്നാ പറയുക ടർബൈൻ വെച്ച് കഴിഞ്ഞാൽ അത് കറങ്ങി കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പം സിംഗിൾ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് 2 way സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ the period of power generation is very high. കൂടുതൽ സമയത്തേക്ക് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഡബിൾ ബേസിൻ ടൈപ്പിനെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, ആരെങ്കിലും ക്ലിയർ ചെയ്യുക കേട്ടോ. ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തവര് ആർക്കെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഉപയോഗിക്കും. ഡബിൾ ബേസിൻ സിസ്റ്റത്തില് എന്തായിരിക്കും പ്രത്യേകത? പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. 2 ബേസിൻ നമ്മൾ ഉപയോഗിക്കും. 2 ബേസിൻ നമ്മൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇവിടുന്ന് ഇതായിരുന്നു സി എന്നിരിക്കട്ടെ. ഇവിടെ പക്ഷെ ബേസിനും കുറച്ച് വലിപ്പം കൂടുതൽ വേണം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളത്. ഇത് നമ്മളുടെ സി, കടലിൽ നിന്ന് വെള്ളം വരുന്നു. ഇത് ഇവിടുന്ന് വരുന്ന വെള്ളത്തിനെ ഇവിടെ ഇതിന്റെ ഒരു സെൻട്രൽ റീജിയനിലാണ് നമ്മൾ ടർബൈൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വരുന്ന വാട്ടർ ഇതിലൂടെ വന്ന് ഇതിലെ ഒഴുകി ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ബാരിയർ വെച്ച് അടച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇത് ബേസിൻ 1, ഇത് ബേസിൻ 2. അപ്പൊ ഇതിലൂടെ നമുക്കിങ്ങനെ വെള്ളത്തിനെ അകത്തേക്ക് അല്ലെ കടലിൽ നിന്ന് ബേസിൻ 2ലേക്ക് സ്റ്റോർ ചെയ്യാം. വേണമെങ്കിൽ ഇവിടുന്നും വെള്ളം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്ലൂയിസ് ഗേറ്റുകൾ കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സെൻട്രലാണ് നമ്മൾ ടർബൈൻ വെച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇവിടെയാണ് ടർബൈൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ബേസിൻ 1 നിറഞ്ഞ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യാം? ബേസിൻ 1ലെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ടർബൈൻ കറക്കാം. ആ സമയത്ത് ഇതിലെ വെള്ളം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. ഇത് സ്റ്റോർ ചെയ്ത് നിറഞ്ഞു കിടക്കുവാണ്. പിന്നെ ഇത് ഉപയോഗിക്കാം. അൾട്ടർനേറ്റ് ഒന്നിടവിട്ട് അൾട്ടർനേറ്റ്
we can use the water from the basin 1 and 2 to produce or to rotate turbine. അപ്പോൾ എന്നാ പറ്റും? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ധാരാളം അല്ലെങ്കിൽ ഈ പീരിയഡ് ഓഫ് പവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ്. പീരിയഡ് ഓഫ് പവർ പ്രൊഡക്ഷൻ increased and is greater than to single system. നേരത്തെ പറഞ്ഞ സിംഗിൾ ബേസിൻ സിസ്റ്റത്തെക്കാളും കൂടുതലായിരിക്കും ഡബിൾ ബേസിൻ സിസ്റ്റം. ഡബിളിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ഡബിൾ ബേസിനും പിന്നെ ഡബിൾ ബേസിൻ വിത്ത് പമ്പ്. അത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്നാ പറ്റും? വാട്ടറിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പമ്പിംഗ് സിസ്റ്റം ഉപയോഗിക്കാം. ബേസിൻ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ ബേസിനിൽ നിന്ന് കൂടുതൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കിട്ടാൻ വേണ്ടി നമുക്ക് സീൽ നിന്ന് പമ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വെള്ളം അടിച്ച് ബേസിനിലാക്കാം. ഇവിടെ 2 ബേസിലുണ്ട്. അപ്പൊ ഇതിലേക്ക് അടിച്ചിട്ടിട്ട് അതിനകത്തുനിന്ന് അത് വേറൊരു ഗുണോടെ ഉണ്ട്. ഇവിടുന്ന് ഇപ്പൊ 2 നദികളൊക്കെ വന്ന് ചേരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം, ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. ഇൻലെറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. Actually, these are the major classification of the tidal power plants, single and double. Again, single is classified into 3, double is classified into 2. Next heading, the advantage and disadvantage of tidal power plants. ഇതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് കാണും? അതെണ്ണം പറഞ്ഞു നോക്കാവോ? പോയിന്റുകൾ ഒരു 4-5 എണ്ണൊക്കെ തന്നെ ഓർത്തിരിക്കണം. ഒന്ന്, ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഒത്തിരി ജനസാന്ദ്രതയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും പവർ പ്ലാന്റ് പണിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ റോഡ് വികസനം അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഒത്തിരി ജനങ്ങളുടെ വീട്, കൃഷിയിടങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം ഒരു ഒത്തിരി ഇതുള്ള ഒരു ലാൻഡ് ഏരിയ നമുക്ക് ആവശ്യമില്ല. ദാറ്റ് മീൻസ് നോട്ട് റിക്വയർഡ് ലാർജ് ഏരിയ ഓഫ് ലാൻഡ്. ഒത്തിരി ലാൻഡിന്റെ ആവശ്യം നമുക്കില്ല. കാരണം എന്നാ, ഇത് നമ്മൾ എവിടെയാ പണിയുന്നത്? വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ബേസ്. BAYS. ബേസ് എന്ന് പറഞ്ഞാൽ എന്നാ? BAYS. ബേസ് എന്ന് പറഞ്ഞാല് എന്നാ പറയണ? ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒത്തിരി ലാൻഡ് ഏരിയയുടെ ആവശ്യമില്ല. പിന്നെ നമ്മളിവിടെ വേറെ ഫ്യൂവലോ കൽക്കരി കത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ ദർ ഈസ് പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. ഓർ ദിസ് മെത്തേഡ് ഈസ് ഫ്രീ ഫ്രം pollution. TION, because no fuel is used. പിന്നെ എന്നാ പറയാൻ പറ്റും? ഇപ്പം നമ്മളുടെ ഇവിടെ ഉപയോഗിക്കുന്ന, ഇടുക്കിയിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രോ പവർ പ്ലാന്റ്, ഹൈഡ്രോ പവർ പ്ലാന്റിനേക്കാൾ അഡ്വാൻറ്റേജ് ആയിരിക്കും ടൈഡൽ പവർ പ്ലാന്റ്. ബിക്കോസ് ഹൈഡ്രോ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അതിന് റെയിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ റെയിൻ, ബട്ട് ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റെയിൻ. നമുക്കൊരു പമ്പിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ എപ്പോൾ വേണേലും വെള്ളം അടിച്ചിട്ടിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഒരു പോയിന്റ്, ഇതിന്റെ വേസ്റ്റുകൾ കുറവായിരിക്കും. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ അല്ല അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പം ഇവിടെ എന്ന് പറയുമ്പം എന്തെങ്കിലും എന്നാ പറഞ്ഞ വേസ്റ്റ് ലൈക്ക് എനി ഗ്യാസ് ഓർ ചാർ ഓനി ആഷ് ഓർ ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ വേസ്റ്റ്
or any atomic refuse, ഇതൊന്നുമില്ലായിരിക്കും. That means no production of waste. വെള്ളം വരുന്നു, ഒഴുകി താഴ്ത്തോട്ട് പോകുന്നു, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. നമ്മൾ ചുമ്മാ കഥ പോലെ എഴുതി വെക്കുമ്പോൾ ഈ പോയിന്റുകൾ കൈ വേണം. അതിനാണ് ഞാൻ ഇതിങ്ങനെ കൃത്യം പറഞ്ഞത്. ഇനി ഇത് ഈ പോയിന്റ് തന്നെയാണ് വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന നോട്ടയിൽ വീണ്ടും അവർ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രോ പവർ പ്ലാന്റിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതൊന്ന് എഴുതിയാൽ മതി. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാലേ, രണ്ട് കാര്യം ഞാൻ പറയാം. ഈ ബേസിനകത്ത് നമുക്ക് മീൻ വളർത്തൽ, കൃഷി അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? ഡാമുകളിലൊക്കെ ചെയ്ത് നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ മലമ്പുഴ ഡാമിലുണ്ട്. ഞാനവിടെ പോയി നിന്നിട്ടുണ്ട്, പാലക്കാട്. മലമ്പുഴ ഡാമിൽ നമ്മൾ രാവിലെ അവർ ഉടക്കുവര വെച്ച് മീൻ പിടിച്ച് അവിടെ ഇത് ചെയ്യുന്നു. അപ്പം പോസിബിലിറ്റി ഓഫ് ഫിഷ് ഫാമിംഗ് ഇൻ ബേസിൻസ്, ഫിഷ് ഫാമിംഗ് നടത്താം ഇൻ ബേസിൻസ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ല ഷോളയാർ ഡാം, ഞാനൊക്കെ അവിടെ പോയി കാണുന്നതാണ്. അതൊരു എന്നാ പറയുക, ഒരു ബെറ്റർ recreational facilities ആണ് അല്ലേ, to visitors or holiday makers. So it can provide a better recreational facilities, to visitors or to tourists, and holiday makers. ഹോളിഡേ മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നവരാകാം, കൊണ്ടുപോകുന്നവരാകാം, ആരുമാകാം. ഈ 6 പോയിന്റ് അങ്ങ് എഴുതിയാൽ മതി. 3 മാർക്ക് അങ്ങനെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റും ഇതിനകത്ത് വരും. ഒത്തിരി കര നമുക്ക് നഷ്ടപ്പെടുകയല്ല ബേസിൽ എന്ന് പറയുന്നത്. ഫ്യൂവൽ ഒന്നും വേണ്ട, ആ വകുപ്പിൽ തന്നെ നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. ഇനി ഹൈഡ്രോ പവർ പ്ലാന്റിനേക്കാൾ അഡ്വാൻറ്റേജ് ആണ്, ഇത് മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്യാസ്, ആഷ്, ന്യൂക്ലിയർ വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റ് ഒന്നുമില്ല. ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷ് ഫാമിംഗ് നടത്താം. ബെറ്റർ റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. നിങ്ങൾ ഈ ഷോളയാർ ഡാമിന്റെ താഴെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വെള്ളം അടിയോടെ ഒഴുകി പോകുന്നതിൻ്റെ അത് ഓപ്പൺ ചെയ്യാത്ത 2 വശത്തും അവിടെ ഒത്തിരി പാർക്കിംഗ് ഏരിയ അങ്ങനെ എങ്ങനെ കിടക്കുവാണത്. 2 വശത്തും ചെടികളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻസ് അവർക്കുള്ള പാർക്കുകൾ, ഡിഫറെന്റ് പൂന്തോട്ടല്ലേ, ഉദ്യാനങ്ങൾ, അങ്ങനെ ഒരു ബെറ്റർ റീക്രിയേഷണൽ ഫെസിലിറ്റീസ് ടു ഹോളിഡേയ്സ് ഓർ ടൂറിസ്റ്റ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് എ ടൈഡൽ പവർ പ്ലാന്റ്. സോ the major disadvantage of the tidal power plant. ഇതോടെ എടുത്തു കഴിയുമ്പോൾ ടൈഡൽ പവർ പ്ലാന്റും അതിന്റെ ഹെഡിങ് പൂർണ്ണമായിട്ട് തീരും. ഒന്ന്, എന്താണിത്? ഇത് നമുക്ക് കടൽ അല്ലെങ്കിൽ കര ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ, വേറെങ്ങും പണിയാൻ പറ്റില്ല. സോ ദിസ് പവർ പ്ലാന്റ് ഈസ് ഓൺലി കൺസ്ട്രക്റ്റഡ് അറ്റ് നാച്ചുറൽ ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ പറഞ്ഞേ, ആഴിമുഖം എന്നൊക്കെയാ പറയണത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് പണിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ കേരളത്തിന് വേണേൽ അറബിക്കടൽ ആ സൈഡിലേ പണിയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇടുപ്പി അല്ലെ മുകളിലോട്ട് മധ്യപ്രദേശ്, അതിന്റെ എങ്ങും ചുറ്റും കടലോ സാധനമോ ഒന്നുമില്ല. അപ്പൊ അവിടെ ഒന്ന് പണിയണമെന്ന് വെച്ചാൽ നടക്കുകയല്ല. സോ ഇറ്റ് ക്യാൻ ബി ഓൺലി കൺസ്ട്രക്റ്റഡ് ഇഫ് ദ നാച്ചുറൽ സൈറ്റ്സ് ഈസ് അവൈലബിൾ. നാച്ചുറൽ സൈറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇത് പണിയാൻ സാധിക്കൂ. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ്, ഇപ്പൊ നോക്കിക്കേ, നമ്മളൊരു കടൽ തീരത്ത് ഇത് പണിയുന്നു. ഈ കറണ്ട് പക്ഷെ അങ്ങ് ഉള്ളിലോട്ട് എല്ലായിടത്തോട്ടും വേണം. സോ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ. ഈ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, വലിയ പോസ്റ്റുകൾ ആദ്യം ഹൈ മെഗാവാൾട്ടിന്
വീണ്ടും പോസ്റ്റുകളിലൂടെ സ്ഥാപിച്ച് നഗരത്തിൽ വന്ന് ഇനി അവിടെ നിന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേന് കിലോമീറ്ററോളാവും. അത് കുറേ എണ്ണം മഴക്കാലം വരുമ്പം പോകാൻ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കത്തിൽ പോകാം, അങ്ങനെ കുറേ എണ്ണം. അത് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. സോ ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്ഫോർമേഷൻ. വൺ പോയിന്റിൽ മറ്റൊരു പോയിന്റിലേക്ക് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കും. The third point, it depending upon the timing of tides. It depends on the timing of tides. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പമ്പിംഗ് സിസ്റ്റം ഒന്നും ഇല്ല, അല്ല ഒത്തിരി വലിയ ബേസിനൊന്നും ഇല്ല, സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി കുറവാണെങ്കിൽ വേലിയേറ്റം ഉണ്ടാകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് കാലാവസ്ഥനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാ പറയണേ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഇതൊക്കെ ഏറ്റവും കൂടുതലായി വരുന്ന സമയത്തൊക്കെ മാത്രമേ നമുക്കിത് ടൈഡ് വേവിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ ഡിസഡ്വാൻറ്റേജ്. ദ ഫോർത്ത് വൺ ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ റാൻസിലൊക്കെ ഉണ്ടാക്കിയത് 5000 രൂപ ഏകദേശം പെർ 1 കിലോ വാട്ടിന്. 1 കിലോ വാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ക്യാപിറ്റൽ കോസ്റ്റ്, മൊത്ത ചെലവ്, ദറ്റ് ഈസ് വെരി ഹൈ ഇൻ ടൈഡൽ പവർ പ്ലാന്റ് കമ്പയർഡ് ടു എനി അനദർ. എനി അനദർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയറിനെ എല്ലാം ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞത്. ന്യൂക്ലിയർ ഒക്കെ ഒരു പ്രാവശ്യം സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. നമ്മുടെ കൂടംകുളം പദ്ധതി അതിനകത്ത് വന്നതാണ്. അവിടെ കുറെ സമരമൊക്കെ നടന്ന് APJ അബ്ദുൽ കലാം ഒക്കെ വന്നത് ഓർക്കുന്നുണ്ടായിരിക്കും തമിഴ്നാട്ടിൽ. സോ ഇത് ക്യാപിറ്റൽ കോസ്റ്റ് ഈസ് വെരി ഹൈ. നെക്സ്റ്റ് പോയിന്റ് എന്നാ പറയണേ, സെഡിമെന്റേഷൻ ആൻഡ് സിൽട്രേഷൻ. സെഡിമെന്റേഷൻ ആൻഡ് സിൽട്രേഷൻ. സിൽട്രേഷൻ എന്നാന്നാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ, അതായത് വാട്ടർ പൊല്യൂഷൻ. നമ്മൾ വലിയ മഴക്കാലമൊക്കെ ഉണ്ടാകുമ്പോൾ നദിയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലും, വലിയ മരങ്ങളൊക്കെ കയറി വന്നേച്ച് നമ്മുടെ ഈ ടർബൈൻ അടഞ്ഞു പോകുന്ന കൺസെപ്റ്റൊക്കെ ഞാൻ പറഞ്ഞു. സെഡിമെന്റേഷൻ ആൻഡ് സിൽട്രേഷൻ ഓഫ് ദ ബേസിൻസ് produce problems in tidal power plant. Six point 1 to 6 മതി. ഈ നാവിഗേഷൻ ഈസ് ഒബ്സ്ട്രക്റ്റഡ്. നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേറ്റ് അല്ലെ ദിശ നിർണയം പറയല്ലേ. നാവിഗേഷൻ ഈസ് ഒബ്സ്ട്രക്റ്റ്, അതിന് തടസ്സാവും. അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ കപ്പലുകൾക്ക് പോകാനൊക്കെ തടസ്സാകുമല്ല, അതിന് പ്രത്യേക ഭിത്തികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, വൺ വേ സിസ്റ്റം പോകാൻ ഉണ്ടാക്കണം, പോയി കഴിയുമ്പോൾ അത് തിരിച്ചു വരണം. നമ്മളൊരു പാലൊക്കെ വെച്ച് വീഡിയോ കാണിച്ചു തന്നെ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈമിംഗ് ഓഫ് ടൈഡ്സ്. വേറൊരു പോയിന്റ് ആയിട്ട് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൂണാർ സൈക്കിൾ. ലൂണാർ നമ്മൾ ചന്ദ്രന്റെ എന്നാ പറയണേ, അമാവാസി പൗർണമി, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ രണ്ട് സമയത്താണ് മാക്സിമം വേരിയേറ്റവും വേരിയർക്കും ഉണ്ടാകും. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലൂണാർ സൈക്കിൾ. 6 പോയിന്റ് പഠിച്ചാൽ മതി. നാച്ചുറൽ ബേസിലേ പറ്റുള്ളൂ, എല്ലായിടത്തും ഇത് പറ്റില്ല, ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈമിംഗ് ഓഫ് ടൈഡ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ ലൂണാർ സൈക്കിൾ. ഒറ്റ പോയിന്റ് ആയിട്ട് പറയാം. Capital cost is very high. Sedimentation and filtration make more problems. Navigation is also obstructed by this tidal power plants.